എത്ര വിഷയങ്ങൾ ഷിർക്കാക്കി ഇപ്പൊ അവിടെ. മുദബ്ബിറുൽ ആലെന്ന് പറഞ്ഞ ഷിർക്ക് 313 ബദരീങ്ങളോട് സമാനമാക്കി എന്ന് പറഞ്ഞു ഷിർക്ക്. അതിൻ്റെ അപ്പുറത്ത് മാലിക്കുൽ മുൽക്ക് ഷിർക്ക്, അതേപോലെ തന്നെ അർശിന്റെ അധിപൻ ഷിർക്ക്. ഈ കിർക്കിന്റെ അസുഖം യഥാർത്ഥത്തിൽ വഹാബികളിൽ നിന്ന് നിങ്ങൾ കടമെടുത്തില്ലേ? എന്നാലോ ഇവരെ നേതാക്കളെ കുറിച്ച് എന്തു മധുഹും പറയാം. കുത്തുബുൽ ആലംന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ മശായിഖിനെ കുറിച്ച് പറയുമ്പോൾ വലിയ പൊറുതയാണ്. മാലിക്കുൽ മുൽക്കെന്നോ അർശിന്റെ അധിപന്നോ ഇതൊക്കെ പറഞ്ഞ ഭയങ്കര അസുഖ. ഈ യാത്രയിൽ AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഉപനായകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതൊന്നും പോരാതാണ്. അബുൽ ഐത്താം എന്ന് ചിലർ പറയും, അത് പോരാ. ചിലർ അബുൽ മസാഖീൻ എന്ന് പറയും, അതൊന്നും പോരാ. എൻ്റെ അഭിപ്രായത്തിൽ അബുൽ അനാം എന്ന് പറയണം എന്നാണ്. മാമാന അനാം ബഷർ, മനുഷ്യ കുലത്തിന്റെ പിതാവ്. ഞാൻ വിചാരിച്ചു രണ്ടാം ആദം നബി പറ്റ വന്നോ. ആദം നബി അലൈഹി ഇസ്ലാമല്ലേ അബുൽ അനാം. അബുൽ ബഷർ, അബുൽ ബഷറിന്റെ പര്യായ പദമാണ് അബുൽ അനാം. ഈ പറഞ്ഞ അനാമിൽ ബഷറിൽ അബുൽ അനാം എല്ലാ മനുഷ്യരുടെയും പിതാവ് എന്നതിൽ ആ അനാമിൽ ആരുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെ, ജസദിയായ പിതാവാണല്ലോ. അപ്പൊ ഇങ്ങക്ക് എന്തോ നിങ്ങൾ നോക്കി, നിങ്ങൾ ലോകത്തിന്റെ ഈ അണ്ഡകടാഹത്തിന്റെ തുടക്കം മുതൽ ആദം നബി വരെയുള്ള സർവ്വ മനുഷ്യർക്കും അബായി വന്ന ആളാണത്രേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനക്കാമ്പോയിൽ അബൂബക്കർ മുസ്ലിയാർ. എങ്ങനെയുണ്ട്? ഞാൻ വെറുതെ പറയല്ല, അയാൾ പറയുന്നത് കേട്ടോളൂ. ഒരു മുദ്രാവാക്യം അല്ല, വിശിഷ്യ നായകൻ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് വിദേശ രാജ്യങ്ങളിൽ പല ഇന്റർനാഷണൽ കോൺഫറൻസിനും ചെല്ലുമ്പോൾ പലരും പലതാണ് വിളിക്കാറുള്ളത്. ചിലർ വിളിക്കും അബുൽ ഐത്താം എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ മസാഖീൻ എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ അറാമിൽ എന്ന് വിളിക്കും, ചിലർ സുൽത്താൻ ഉലമെന്ന് വിളിക്കും, ചിലർ ഖമറുൽ ഉലമെന്ന് വിളിക്കും. എന്നാൽ ഈ വിരുന്നിന് ഇഷ്ടപ്പെടുന്നത് അബുൽ അനാം, മനുഷ്യരുടെ പിതാവ്, മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവല്ല. തങ്ങളെ ഉപനായകനാക്കി തരാം, എന്നാലും ഒന്ന് മിണ്ടാതിരിക്കും. പേരോടിനെ മറികടക്കണല്ലോ. അതിനാണ് ഈ കിടന്ന് ചാടി കളിക്കണത്. മാമാന അബുൽ അനാം, പേരോടെ എവിടെ പോയിരിക്കുക? അബുൽ അനാം, മോനെ അനാം എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ? മനുഷ്യകുലത്തിന്റെ പിതാവാകണമെങ്കിൽ ഇയാൾ ആദം നബിയായി വരണ്ടേ? ഇവിടെ ഞാനിത് നിങ്ങൾ അബുൽ അനാമെന്നോ ഇനി സയ്യിദുൽ ബഷർ എന്നൊക്കെ നിങ്ങൾ പേരിടും. അള്ളാഹ് തന്നെ ചിലപ്പോൾ പേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ വിഷയം അതല്ല. നിങ്ങളിത് മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അള്ളാഹ് കൊടുക്കുന്ന പവറാണ്. അവരുടെ സ്ഥാനങ്ങൾ കുത്തുബുൽ ആലം, അവ ഭയങ്കര കൺഫ്യൂഷനാണ് അയാൾക്ക്. കുത്തുബുൽ ആലം എന്ന പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്. എല്ലാവർക്കും കുത്തുബായി വരും. ഇയാളെ ഇരുത്തിയിട്ടാണ് അബുൽ അനാം എന്ന് പറയുന്നത്. അനാം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തവരാണോ ഇരിക്കുന്ന സ്റ്റേജിലുള്ളവർ? അപ്പൊ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന ഒറിജിനൽ പേരുകളെ തള്ളുകയും ഈ ജാതി ലോകപിടൽ, ഒരടിത്തറയില്ലാത്ത പേര്, അവനവൻ മത്സരിക്കണതിന് അടുത്ത കസേരയിൽ എനിക്കിരിക്കണം. 2 നായകർ അപ്പുറപ്പും വെച്ചതാണല്ലോ. ഇതിലാരാ ഇരിക്കണമെന്നില്ലാണ് ഇപ്പൊ തർക്കം. അപ്പൊ ഏറ്റവും കൂടുതൽ മധു പറയുന്നവരാരാ, ഓല ഇരുത്തണം എന്നാണ്. അതിലാണ് ഇപ്പോൾ അബുൽ അണഞ്ഞ് മറ്റേ ആൾ സയ്യിദുൽ അനാം എന്ന് പറഞ്ഞില്ല, ഈ തിരക്കടില്ല. എന്നും പറയാനോ സയ്യിദ് ഉൽദി ആദം എന്നാവാ. സയ്യിദ് ഉൽദി ആദം എന്നാണ് അബുൽ അനാം എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ടോപ്പിൽ വരുന്ന പേര്, അതും ആക്കിക്കൂടാ ഇല്ല. അപ്പൊ ഇവർക്ക് എന്തുമാക്കാം? ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നേതാക്കളുടെ പേരുകൾ അത് അള്ളാഹു റസൂല് വെച്ചു കൊടുക്കുന്നതാ, അള്ളയും റസൂലും പറയുന്നതാണ്. അതിനെ നിങ്ങൾ പരിഹസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ വരുന്നത്.